എപ്പിസോഡിൽ റോമൻ റെയിൻസ് പുതിയ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരുമോ അതോ WWE ചാമ്പ്യൻഷിപ്പ് മാത്രം റോമൻ റെയിൻസ് റിലിംഗ്വിഷ് ചെയ്യുമോ എന്ന് നോക്കാം. അതുകൂടാതെ ഈ വരാൻ പോകുന്ന സ്മാക്ക് ഡൗണിൽ തന്നെ റോമൻ റെയിൻസിന്റെ നെക്സ്റ്റ് ഓപ്പോണന്റ് ആരാണെന്ന് റോമൻ തന്നെ കണ്ടെത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആരായിരിക്കാനാണ് ചാൻസ് എന്ന് ഈ വീഡിയോയിൽ നോക്കാം. അതുകൂടാതെ ഇപ്പോൾ റോ ബ്രാൻഡിൽ എഡ്ജ് ആൻഡ് ഡാമിയൻ പ്രീസ്റ്റ് ഇവരൊരു ടീമായിട്ട് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവരുടെ ടീമിൽ ഇനി ആരൊക്കെ ആഡാകാൻ ചാൻസ് ഉണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും പറയാം. അതുകൂടാതെ ബ്രോക്ക് ലെസ്നർ ഇനി എന്നാണ് വരാൻ പോകുന്നത്, ബ്രോക്ക് ലെസ്നർ WWE വിട്ട് പോയോ, ബ്രോക്ക് ലെസ്നർ ഇനി വരുമ്പോൾ ഹീലാണോ ഫേസ് ആണോ ചെയ്യാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിൽ നോക്കാം. അതുപോലെ തന്നെ AJ സ്റ്റൈൽസും ഫിൻ ബാലറും ഒന്നിക്കുമോ എന്നും നോക്കാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് AJ സ്റ്റൈൽസ് എഡ്ജ് ഇവരുടെ പ്ലാനിനെ പറ്റി നോക്കാം. അതായത് റെസൽമേനിയയിൽ ഡാമിയൻ പ്രീസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി ഒരു മൈൻഡ് ഗെയിം പോലെയെല്ലാം ചെയ്ത് AJ സ്റ്റൈൽസിനെ എഡ്ജ് തോൽപ്പിക്കുന്നതായിട്ട് റെസൽമേനിയയ്ക്ക് ശേഷം നടന്ന റോ എപ്പിസോഡിൽ AJ സ്റ്റൈൽസിനെ വീണ്ടും ഡാമിയൻ പ്രീസ്റ്റും എഡ്ജും കൂടിയും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു. അതിനുശേഷം ഇവരുടെ ടീമിനെ പറ്റി ഒരുപാട് ന്യൂസ് എല്ലാം വന്നു. അതായത് NXTയിൽ അവസാനമായി ഒരു മാച്ച് ചെയ്ത് തോറ്റുപോയ ടൊമാസോ ചാമ്പ എന്ന റെസ്ലർ എഡ്ജിന്റെ ടീമിൽ ആഡാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടൊമാസോ ചാമ്പ ഈ ഒരു ടീമിൽ ആഡാവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഹീൽ ടീമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ ടൊമാസോ ചാമ്പനെ വെച്ച് റോ എപ്പിസോഡിൽ ഇപ്പോൾ സിംഗിൾ ആയിട്ടുള്ള പ്ലാനൊന്നും WWE ചെയ്തിട്ടില്ല. അതുകൊണ്ട് എഡ്ജിന്റെ ടീമിൽ ആഡാക്കാം. അതേസമയം എഡ്ജിന്റെ ടീമിൽ ഒരു ഹീൽ റെസ്ലറായിട്ട് ഒരു വുമൺസ് റെസ്ലറും വരാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സ്റ്റോറി ലൈനും WWE തയ്യാറാക്കിയിട്ടുണ്ട്. അത് എന്താണെന്ന് പറയാം. ആ റെസ്ലർ മറ്റാരുമല്ല, റിയ റിപ്ലി ആണ്. റിയ റിപ്ലി ഇവരുടെ ടീമിൽ ജോയിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ സാഷ ബാങ്ക്സിന്റെ കൂടെയെല്ലാം ഒരു ടാഗ് ടീം മാച്ചിൽ തോറ്റതിന് ശേഷം റിയ റിപ്ലി ലീവ് മോർഗനെ റിങ്ങിൽ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടും പിന്നീട് ഇവർ ബാക്ക് സ്റ്റേജിൽ വെച്ച് ഫ്രണ്ട്സ് ആകുന്നതായിട്ടും കാണിച്ചു. അതേസമയം നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ഇവർക്ക് ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിലും സാഷ ബാങ്ക്സ് ആൻഡ് നയോമിയാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതായത് റിയ റിപ്ലി ഈ ഒരു മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ഹീൽ ടേൺ ചെയ്ത് ലിവ് മോർഗനെ അറ്റാക്ക് ചെയ്ത് പോകാനാണ് ചാൻസ് കൂടുതൽ. അതിനുശേഷം ഇവരുടെ ടീമിൽ ജോയിൻ ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ എഡ്ജിനെ വെച്ച് ഒരു വലിയ ടീം ക്രിയേറ്റ് ചെയ്ത് ഒരു വേറെ ലെവൽ പ്ലാനാണ് ഇനി WWE ചെയ്യാൻ പോകുന്നത്. അതേസമയം AJ സ്റ്റൈൽസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുമോ, അല്ലെങ്കിൽ AJ സ്റ്റൈൽസ് ഒറ്റയ്ക്കാണോ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ റൂമറായിട്ട് ഒരുപാട് ന്യൂസ് വരുന്നത് AJ സ്റ്റൈൽസിൻ്റെ കൂടെ ഫിൻ ബാലർ ആഡാകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫിൻ ബാലർ ഉടനെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഓസ്റ്റിൻ തിയറി എന്ന റെസ്ലറുടെ കൂടെ തോൽക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള ഫ്യൂഡും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓസ്റ്റിൻ തിയറിയുടെ കൂടെ തോറ്റതിന് ശേഷം ഫിൻ ബാലർ AJ സ്റ്റൈൽസിൻ്റെ കൂടെ ചേർന്ന് ഇവർ പഴയതുപോലെ ബാലർ ക്ലബ് ആകാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാനോ ചാൻസ് ഉണ്ട്. കാരണം ഷീൽഡ് വേഴ്സസ് വൈറ്റ് ഫാമിലി ഈ ഒരു ലെവലിൽ WWE പ്ലാൻ ചെയ്യും. അതായത് ഒരു ഹീൽ ടീം വന്നാൽ അവരെ എതിർക്കുന്ന ഒരു ഫേസ് ടീമിനെ എന്തായാലും കൊണ്ടുവരും. അതുകൂടാതെ മറ്റൊരു ബേബി ഫേസ് റെസ്ലറേയും ഈ ടീമിൽ ആഡ് ചെയ്ത് ഇവർക്ക് തമ്മിലുള്ള മാച്ചും WWE വയ്ക്കും. എന്തായാലും ഫിൻ ബാലറിൻ്റെ പേര് ഇപ്പോൾ ഭയങ്കരമായി വരുന്നുണ്ട്. ഇത് കൺഫേമായി നടക്കുമെന്നല്ല ഫിൻ ബാലറിൻ്റെ കാര്യം. എങ്കിലും വന്നിട്ടുള്ള റൂമർ ന്യൂസ് എല്ലാം വെച്ചാണ് ഇത് പറയുന്നത്. അതായത് ഫിൻ ബാലർ ഉടനെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് തോൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും AJ സ്റ്റൈൽസിന്റെ കൂടെ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നോക്കാം. ഇനി ഈ വരാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയിൻസ് പുതിയ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരുമോ എന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഒരുപാട് ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത് ഈ വരാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ റോമൻ 2 ചാമ്പ്യൻഷിപ്പും കൊണ്ടുവന്നതിന് ശേഷം യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാത്രം കയ്യിൽ വെച്ച് റോ ബ്രാൻഡിന്റെ WWE ചാമ്പ്യൻഷിപ്പ് റിലിംഗ്വിഷ് ചെയ്ത് അതിനുശേഷം ആ ഒരു ചാമ്പ്യൻഷിപ്പ് റോ ബ്രാൻഡിന് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് വന്ന ന്യൂസ് WWE ചാമ്പ്യൻഷിപ്പും യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും യൂണിഫിക്കേഷൻ ചെയ്യില്ല എന്നാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് വന്ന ന്യൂസ്. അതേസമയം പറയുന്ന മറ്റൊരു കാര്യം റോമൻ ഈ വരാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഒരു പുതിയ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് റോ എപ്പിസോഡിൽ സ്മാക്ക് ഡൗണിൽ ഞാൻ ഒരു വലിയ കാര്യം ചെയ്യുമെന്ന് റോമൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് റിലിംഗ്വിഷ് ചെയ്യും, ഇല്ല എങ്കിൽ പുതിയ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരും. അപ്പോൾ WWE ചാമ്പ്യൻഷിപ്പ് റിലിംഗ്വിഷ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ റോമൻ്റെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ റോമൻ സ്മാക്ക് ഡൗണിൽ പോയി ട്രൈബൽ ചീഫ് ആയതിനു ശേഷം റോ ബ്രാൻഡിനെ ഇഷ്ടപ്പെടാത്തതുപോലെ അല്ലെങ്കിൽ റോ ബ്രാൻഡിനെ എപ്പോഴും കളിയാക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് റോ ബ്രാൻഡ് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇതുപോലെയുള്ള കാരണങ്ങൾ പറഞ്ഞ് WWE ചാമ്പ്യൻഷിപ്പ് റിലിംഗ്വിഷ് ചെയ്തേക്കാം. അതായത് റോമൻ്റെ ക്യാരക്ടർ വെച്ചാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ മറ്റൊരു പ്ലാൻ പുതിയൊരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്ന് റോ ബ്രാൻഡിലുള്ള റെസ്ലേഴ്സും സ്മാക്ക് ഡൗൺ ബ്രാൻഡിലുള്ള റെസ്ലേഴ്സും ഒരേ സമയം ആ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ഫ്യൂഡിൽ പോകുന്നതായിട്ടും അപ്പോൾ റോമൻ റെയിൻസിന് ഒരുപാട് ഓപ്പോണന്റ് വരുന്നതായിട്ടും കാണിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നെക്സ്റ്റ് വീക്ക് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ
ഒരു വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ചാമ്പ്യൻഷിപ്പ് റിലിങ്ക്വിഷ് ചെയ്യുമെന്ന് ഞാൻ കൺഫേം ആയിട്ട് പറയില്ല. അതും WWE ചാമ്പ്യൻഷിപ്പ്. റോമൻ്റെ സ്റ്റോറി നോക്കിയതിന് ശേഷമാണ് ഈ ഒരു ന്യൂസ് എല്ലാം വന്നിട്ട് ഞാൻ പറയുന്നത്. അതായത് റോമന് ഇപ്പോൾ റോ ബ്രാൻഡ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇനി എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ റോമൻ ചിലപ്പോൾ പുതിയ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരാനാണ് ചാൻസ് കൂടുതൽ. അതേസമയം റോമൻ്റെ നെക്സ്റ്റ് ഓപ്പോണൻറ്റ് ആരായിരിക്കും എന്നുള്ളതിനെ പറ്റി റോമൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ റോമനെ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വരുന്നത് 2 പേരുടെ പേരാണ്. ഒന്ന്, ഇപ്പോൾ WWE റിട്ടേൺ ചെയ്ത കോഡി റോഡ്സ് എന്ന റെസ്ലർ. 2, റോമൻ്റെ കൂടെ ഫ്യൂഡ് ചെയ്ത് ഇതുവരേക്കും ആ ഫ്യൂഡ് അവസാനിപ്പിക്കാത്ത ഡ്രൂ മെക്കൻഡയറിൻ്റെ കൂടെ അടുത്തതായിട്ട് ഫ്യൂഡ് പോകാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഡ്രൂ മെക്കൻഡയർ ആകും റോമൻ്റെ നെക്സ്റ്റ് ഓപ്പോണൻ്റായിട്ട് വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇവരുടെ ഫ്യൂഡ് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതുകൂടാതെ നടക്കുന്ന എല്ലാ ലൈവ് ഇവൻറ്റിലും ഇവർക്കാണ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് WWE എപ്പോഴും വെക്കുന്നത്. അതുകൊണ്ട് ഈ മാച്ച് വരാനാണ് ചാൻസ് കൂടുതൽ. കോഡി റോഡ്സ് വന്ന ഉടനെ തന്നെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി റോമൻ്റെ കൂടെ മത്സരിക്കാൻ ചാൻസ് ഇല്ല. ഇനി ബ്രോക്ക് ലെസ്നറിനെ പറ്റി നോക്കാം. ബ്രോക്ക് ലെസ്നർ ഒരു ഫേസ് ടൈം ചെയ്ത് റോമൻ്റെ കൂടെ റസൽമേനിയയിൽ മാച്ച് ചെയ്ത് അതിനുശേഷം ചാമ്പ്യൻഷിപ്പ് തോറ്റ് ഇപ്പോൾ WWE വിട്ട് പോയി. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ബ്രോക്ക് ലെസ്നർ ഇപ്പോൾ WWE തന്നെയാണ് കോൺടാക്റ്റിൽ ഉള്ളത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കൂടെ പോയേക്കാണ് റസൽമേനിയ കഴിഞ്ഞതിന് ശേഷം. ഇനി കുറച്ച് നാളുകൾ റെസ്റ്റ് കൊടുത്ത് ബ്രോക്ക് ലെസ്നറിൻ്റെ ഇപ്പോഴത്തെ ലുക്കെല്ലാം മാറ്റി വീണ്ടും പഴയതുപോലെ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറെ കൊണ്ടുവരാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി ബ്രോക്ക് ലെസ്നർ എന്ന് വരുമെന്ന് ചോദിച്ചാൽ ഇനി നടക്കാൻ പോകുന്ന റസൽമേനിയ ബാക്ക്ലാഷിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ പേരും ഫോട്ടോയും വെച്ച് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അന്ന് വരുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പോൾ വരുന്ന ന്യൂസ് ബ്രോക്ക് ലെസ്നർ കുറച്ച് നാളത്തേക്ക് WWE വരില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ റസൽമേനിയ ബാക്ക്ലാഷിൽ ബ്രോക്ക് വരാൻ ചാൻസ് ഇല്ല. ഇനി സർപ്രൈസായിട്ട് ആ ഒരു ഷോയിൽ ബ്രോക്ക് ലെസ്നർ വന്നേക്കാം. കാരണം ബ്രോക്ക് ലെസ്നറിൻ്റെ പേര് വെച്ച് ആ ഷോ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു WWE. അഥവാ റസൽമേനിയ ബാക്ക്ലാഷിൽ ബ്രോക്ക് ലെസ്നർ വന്നിട്ടില്ല എങ്കിൽ പിന്നീട് എന്നാണ് വരാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ മണി ഇൻ ദി ബാങ്ക് 2022 ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഫേസ് ക്യാരക്ടർ ഉപേക്ഷിച്ച് ബേസ്റ്റ് ബ്രോക്ക് ലെസ്നറായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഫേസ് ക്യാരക്ടർ വേറെ ലെവലായിട്ട് സെറ്റായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്രോക്ക് ലെസ്നറിൻ്റെ ആ ഒരു വെറിത്തനമായിട്ടുള്ള മാച്ചൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം മറ്റൊന്നുമല്ല, ഫേസ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഹീലായിട്ടുള്ള ബ്രോക്ക് ലെസ്നറിന് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. ഹീലായിട്ട് വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഫേസായി വന്ന് റോമൻ്റെ കൂടെ തോറ്റു. ഇനി ബ്രോക്ക് ലെസ്നറിനും റോമിനും മാച്ച് വരുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഇവരുടെ സ്റ്റോറി ലൈൻ റസൽമേനിയയിൽ അവസാനിപ്പിച്ചു. അതായത് റസൽമേനിയ 31 തൊട്ട് തുടങ്ങിയ സ്റ്റോറി റസൽമേനിയ 34, റസൽമേനിയ 38 ഇതോടുകൂടി അവസാനിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബ്രോക്ക് ലെസ്നർ വരുമ്പോൾ മറ്റേതെങ്കിലും റെസ്ലേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ബ്രോക്കിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം.